ഈ കാണുന്ന മനോഹരമായ കോട്ടയാട് ആദ്യം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. വെറുതെ കിടന്നിരുന്ന ഈ സ്ഥലത്തെ നമ്മൾ എങ്ങനെയാണ് മാറ്റിയെടുത്തതെന്ന് നമുക്ക് നോക്കാം. വീടിൻ്റെ വർക്ക് നടക്കുന്ന ടൈമിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഏരിയനെ നമ്മൾ വർക്ക് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു അടിപൊളി കോട്ടയാടിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മെയിനായിട്ട് മഴയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും കൂടി ആക്കി നമ്മൾ കവർ ചെയ്തെടുത്തു. കാരണം അടിയിലൊരു കോട്ടയാടിന് നല്ല ഡിസൈനൊക്കെ സെറ്റ് ചെയ്തിട്ട് ടോപ്പിൽ റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. കാരണം രണ്ട് സൈഡിൽ നിന്നും വെള്ളം വീഴുന്നുണ്ട്, ടോപ്പിൽ നിന്നും വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണ്. കാരണം ആദ്യം അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ വീഴുന്ന വെള്ളമൊക്കെ ഒഴിവാകും. അപ്പം അതൊരു നല്ല അടിപൊളി ഒരു കോട്ടയാട് ഡിസൈനായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ ചിലവുകൾ, കാര്യങ്ങൾ ഒക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പരമാവധി ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ എങ്ങനെ ഇത് ചെയ്തെടുക്കാൻ പറ്റും, ഇതുപോലെ പുതിയ വീടുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്ക് നടക്കുന്നത് ഈ കാണുന്ന വീട്ടിലാണ്. അപ്പം ഈ കാണുന്ന വീട്ടിൽ ഏകദേശം ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാനായ സമയത്താണ് നമ്മൾ വീണ്ടും ചെല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് റൂഫിങ് കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസും വീഡിയോയും എല്ലാം ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതുപോലെ എൻ്റെ സ്ക്രീനിലും കൂടി കൊടുത്തേക്കാം. അപ്പം ഈ വീടിന് രണ്ട് സൈഡ് ഇതുപോലുള്ള ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡിലാണ് ചെയ്തെടുക്കുന്നത്. മറു സൈഡിൽ ഇപ്പം നിലവിലൊന്നും ചെയ്യുന്നില്ല. അതിന് കാരണം ഒരു സൈഡ് അതിൻ്റെ കാർ പോർച്ചാണ്. പിന്നെ ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാളും ഒന്നൊരു ബെഡ്റൂമുമാണ് വരുന്നത്. അപ്പം ഒന്ന് മെയിൻ ലിവിങ്ങും കൂടിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എൻട്രൻസ്, അവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മെയിനായിട്ടുള്ള എൻട്രൻസ് കൂടി കിട്ടും. അപ്പം നല്ല അടിപൊളി ഒരു വ്യൂ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് 3:1 ട്യൂബാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് നമ്മൾ 3:1.5 ട്യൂബാണ്. അപ്പം ആ ഒരു റേഞ്ച് കുറക്കാൻ വേണ്ടിയിട്ട് അത് 3:1 ട്യൂബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ 3:1 തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുള്ള് 3:1 ഫുൾ ലെങ്ത്തിൽ നിൽക്കുമ്പം ബെൻഡാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് റൗണ്ട് പൈപ്പിൻ്റെ ഒരു ഡിസൈനും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം റൗണ്ട് പൈപ്പ് ആകുമ്പം എല്ലായിടത്തും സ്ക്വയർ കൊടുക്കും. ഇപ്പം മൊത്തം സ്ക്വയർ പൈപ്പിലേക്ക് മാറിയില്ല. അപ്പം ഒരു റൗണ്ടിൻ്റെ പൈപ്പും കൂടി കൊടുക്കുമ്പോൾ ഒരു ലുക്ക് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടില്ല, ഈ കണ്ടീഷനിൽ ഫുള്ള് റൗണ്ട് പൈപ്പിൻ്റെ ഒരു ലുക്കും കൊടുക്കണം. അത് നമ്മൾ 1.25 റൗണ്ട് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് പൈപ്പ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് പിടിപ്പിച്ചെടുക്കലും കാര്യങ്ങളും, അത് ഫുൾ റൗണ്ട് വെൽഡിങ് കാര്യങ്ങൾ, അതിൻ്റെ പുട്ടിയൊക്കെ ഉള്ളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയായിരുന്നു. കാരണം റൗണ്ട് പൈപ്പ് ആയതുകൊണ്ട് തന്നെ. സ്ക്വയർ പൈപ്പ് ആകുമ്പം കുറച്ചും കൂടി നമുക്ക് പണി എളുപ്പമാണ്. റൗണ്ട് ആകുമ്പം അതിൻ്റേതായ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം അതിൻ്റെ ഹോള് മൊത്തം അടയണം, പുട്ടിയൊക്കെ ഇട്ട് അടയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഗേജുള്ള പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് പൈപ്പ് കൊടുക്കുമ്പോഴും നമ്മൾ കുറേ എണ്ണമൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ആകെ ഒരു ലൈനിൽ 3 ഒരു ലൈനിൽ 2 ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസൈൻ പോലെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആ സൈഡിൽ എന്താ ഒരു ഗ്യാപ്പ് എന്ന്. അപ്പോൾ സൈഡിലെ ഗ്യാപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ടും പുറത്തോട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു കട്ടിങ്, നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു പൈപ്പ് വെക്കാതെ വിട്ടത്. അത് നമ്മൾ ലാസ്റ്റ് വെക്കുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ ഒരു സൈഡിലൊരു കട്ടിങ്, ആ പൈപ്പും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറൽ ഇറങ്ങലെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൂടെ കയറി വന്നിട്ട് ഇറങ്ങണ്ടേ, റൗണ്ട് അടിച്ച് പോകണം. അപ്പം അതൊരു പണി എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യാതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റേ ചെയ്യുള്ളൂ. അല്ലാതെ ഡോറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ ഡിസൈനിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മഹാ വൃത്തികേടായി തോന്നും. അപ്പം അത് ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നതാണ്. അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ലാസ്റ്റ്. കാണുന്നവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. അപ്പം ഇതിൻ്റെ വർക്ക് ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുക. കാരണം നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഒരു സ്പേസ് ഇട്ടിട്ട്, ഇതുപോലത്തെ ഡിസൈൻ ആണെങ്കിലേ നടക്കില്ല. ചില ഡിസൈനിലൊന്നും ഈ സംഭവങ്ങളൊന്നും നടക്കില്ല, എല്ലാ ഡിസൈനിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്തത് നമ്മൾ എൽ ഷേപ്പിലൊരു സംഭവം റെഡിയാക്കിയിട്ട് അത് ഒരേ അളവിൽ അടിച്ചെടുത്തിട്ട് മൊത്തം ടേപ്പർ കട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുത്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്തെല്ലാം ഫിനിഷിങ് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ ഈ കാണുന്ന ഡിസൈനിലാകെ 3 പൈപ്പ് ഒരു കള്ളിയിലും 2 പൈപ്പ് ഒരു കള്ളിയിലും. പിന്നെ ടോപ്പിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, അതേ ഡിസൈൻ തന്നെ. ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമ്മൾ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ലോപ്പ്, അതായത് വലിയ സ്ലോപ്പല്ല, ചെറിയൊരു സ്ലോപ്പും കൂടി നമ്മൾ ഈ റൂഫിന് കൊടുത്തിട്ടുണ്ട്. കാരണം വലിയ തോതിൽ മനസ്സിലാകാത്ത രീതിയിൽ, കാരണം ഒറ്റ നോട്ടത്തെ കാണുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് കൊടുത്തിട്ടുണ്ട്. വർക്ക് നടക്കുന്നതുകൊണ്ട് ടൈമിൽ തന്നെ അതിൻ്റെ ഇന്ത്യയിൽ വർക്കും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞാൽ ആയി. അതുകൊണ്ട് തന്നെ ഗ്ലാസ് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഇടുന്നില്ല. കാരണം മഴയൊന്നുമില്ല, കാലാവസ്ഥയല്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഗ്ലാസിൻ്റെ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഗ്ലാസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിന് ഗ്ലാസ് ഇടാതെ വന്നിരിക്കുന്ന മൊത്തത്തിലുള്ള ചിലവ് 45,000 രൂപയാണ്.
അങ്ങനെ ഒരു 45,000 രൂപ മുടക്കുമ്പോൾ ഇതിന് മൊത്തത്തിൽ ഒരു സേഫ്റ്റി, കാരണം അപ്പുറത്തെ വശത്തൊക്കെ ഗ്ലാസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ടഫ് ഓൺ ഗ്ലാസ് ആണെങ്കിലും ചിലർക്കൊരു പേടി ഉണ്ടാവില്ല, ടഫ് ഓൺ ഗ്ലാസ് പൊട്ടുമൊന്നുമില്ല. അപ്പം എന്നാലും ചിലർക്കൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ സേഫ്റ്റി, പിന്നെ അതിൻ്റെ ടോപ്പിൽ ഗ്ലാസും കൂടി ചെയ്യുമ്പോഴത്തേക്കും രണ്ട് സൈഡിലോട്ടും വെള്ളം, രണ്ട് സൈഡിലും നല്ല ജനലാണ് വെച്ചിരിക്കുന്നത്. ആ ടോപ്പ് വലിയ ലെങ്തിലുള്ള ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും തണുപ്പടിക്കില്ല, മഴ അടിക്കില്ല. അതുപോലെ തന്നെ വെയിലിനുള്ള ഇഷ്യൂവും കുറേ കുറഞ്ഞു കിട്ടും. ഗ്ലാസ് ആകുമ്പോൾ അത്യാവശ്യം വെയിലടിക്കും, എന്നാലും കുറേ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും എടുത്തിട്ടില്ല. ഇത് പിന്നെ ഇച്ചിരി സന്ധ്യയായി, ലേറ്റ് ആയി കഴിഞ്ഞപ്പം ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലാണ് നമ്മൾ ഫുൾ വീഡിയോ എടുക്കുന്നത്. ഫുൾ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ പെയിൻറ്റിങ് നമ്മൾ അതിൻ്റെ അകത്ത് തേക്കിൻ്റെ ഡിസൈൻ വരയ്ക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ആ സമയമായി. അപ്പോൾ അന്നേരം ആ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല, കാരണം അത്രയ്ക്കും തിരക്കിൽ ഒരു ഡേറ്റ് ഫിക്സ് ആക്കിയപ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ എല്ലാ കയറിത്താമസങ്ങളും ഇതുപോലെയാണ് അവസാനിക്കുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും തീരില്ല. എത്ര നേരത്തെ ഡേറ്റ് ഫിക്സ് ആക്കിയാലും ആ സമയം വരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിയുണ്ടാവും. അതുപോലെ അനുഭവമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഹൗസ് വാമിങ് എങ്ങനെ ഒരാഴ്ച മുന്നേ വർക്ക് തീർന്നിട്ട് ഹൗസ് വാമിംഗ് ഒക്കെ നടത്തി ഇതേപോലെ ടച്ചപ്പ് വർക്കുകളൊക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതിപ്പോൾ ഒരു വീട് തീർക്കാൻ 6 മാസമാണെങ്കിലും 2 വർഷമാണെങ്കിലും 1 വർഷമാണെങ്കിലും എല്ലാത്തിനും അവസാന ദിവസങ്ങളിൽ ഒരു വർക്ക്, അതൊരു സ്പീഡ്, അത് എല്ലായിടത്തും അനുഭവിക്കും. എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും. ആ സമയത്തുള്ള ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കാത്തവർ അവർ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ ടെൻഷൻ അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അനുഭവിച്ചിട്ടുള്ളവരും ഒന്ന് പറയുന്നത് നന്നായിരിക്കും.